പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യം, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പ്രതിഫലം തരുന്ന ദൈവമത്രേ. യേശു കർത്താവ് പറയുന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. നിങ്ങൾക്ക് സ്വർഗത്തിലൊരു പ്രതിഫലമുണ്ട്, അത് വലുതായതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. സ്വർഗത്തിൽ ആർക്കു വേണ്ടിയാണ് പ്രതിഫലം ഒരുക്കിയിരിക്കുന്നത്? ഇവിടെ മത്തായി സുവിശേഷത്തിൽ തന്നെ ഇപ്രകാരം നാം വായിക്കുന്നു, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതത്രേ. സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രതിഫലമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഉപദ്രവം സഹിക്കുമ്പോൾ, ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രതികൂലത്തിനും ദൈവം പ്രതിഫലം തരുന്ന ദൈവമത്രേ. ദൈവം അങ്ങനെയുള്ളവരെ മാനിക്കും. പ്രിയരെ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയാണോ അതിനൊക്കെ അക്കമിട്ട് പ്രതിഫലം തരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാ. എത്രയോ അഭിഷിക്തന്മാർ കർത്താവിൻ്റെ നാമം ഉയർത്തിക്കൊണ്ട് പലയിടത്തും ചെല്ലുമ്പോൾ ലോകം കളിയാക്കും, ലോകം നിന്ദിക്കും, ലോകം ഉപദ്രവിക്കും, ലോകം അവർക്ക് വിരോധമായി സകല തിന്മയും കളവായി പറയും. എന്നാൽ അതിൻ്റെ നടുവിലും ഒരു ദൈവ പൈതല് വിശ്വാസ കണ്ണാൽ സ്വർഗത്തിലേക്ക് നോക്കണം. വിശ്വാസ കണ്ണാൽ നോക്കുമ്പോൾ കർത്താവ് ഒരുക്കുന്ന പ്രതിഫലത്തെ കാണാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ യേശുവിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ സഹിച്ചാലും അതിനെല്ലാം പ്രതിഫലം തരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. 2, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഏത് മനുഷ്യനും പ്രതിഫലമുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ അപ്പ നിനക്ക് പ്രതിഫലം തരും. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് അരുളി ചെയ്ത ദൈവം ഒരു പ്രാർത്ഥനയും തള്ളിക്കളയത്തില്ല. പ്രാർത്ഥന കാണുമ്പോൾ, ഹല്ലേലൂയ, പ്രാർത്ഥന കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ മുമ്പിൽ കണ്ണടച്ചിരിക്കുന്ന ഒരു ദൈവത്തെ അല്ലല്ലോ നാം ആരാധിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ചലിക്കുന്നവനായ ദൈവമത്രേ. ഭൂമിയിൽ നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അതിന് പ്രതിഫലമുണ്ട്. ഇതേ ഭൂമിയിൽ 2 പേർ ഐക്യമെത്തിപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ദൈവത്തോട് ചോദിച്ചാൽ ആ ചോദിച്ച കാര്യത്തിന് ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. അതിനൊരു ഉത്തരമുണ്ട്. ഹല്ലേലൂയ. ഈ രാവിലെയും നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും, എൻ്റെ ദൈവത്തിൻ്റെ പേര് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്ന? എൻ്റെ ദൈവം ഊമ വിഗ്രഹമല്ല, എൻ്റെ ദൈവത്തിൻ്റെ ചെവിയുള്ള ദൈവമത്രേ. അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടും, ഹല്ലേലൂയ, കാണാതെ ഇരിക്കുമ്പോൾ, ചെവി കൊണ്ട് കേട്ടിട്ടും കേൾക്കാതെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ജാതികളുടെ ദൈവം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ കർത്താവ് ചെവി തുറന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമത്രേ. ഇന്ന് രാവിലെയും നമുക്ക് ധൈര്യത്തോടെ പറയാം, എനിക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. 3, കർത്താവിൻ്റെ മുമ്പാകെ ഉപവസിക്കുന്നവർക്കും പ്രതിഫലമുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നീയോ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണയൊഴിച്ച് എണ്ണ തേച്ചിട്ട് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നീ രഹസ്യത്തിൽ ഉപവസിച്ചോ, പരസ്യത്തിൽ നിന്നെ മാനിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ദൈവമുമ്പാകെ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. യോനയുടെ പുസ്തകം ഇതിന് നല്ല ഉദാഹരണം അത്രേ. യോനയുടെ, ഹല്ലേലൂയ, പ്രസംഗം കേട്ട് നിനിവേ പട്ടണത്തിൽ, ഹല്ലേലൂയ, അനേകർ ഉപവസിച്ചു. ഹല്ലേലൂയ. ഉപവസിച്ചപ്പോൾ ആ ഉപവാസത്തിന് മുമ്പാകെ ദൈവത്തിൻ്റെ മനസ്സലിഞ്ഞു. താൻ അവർക്ക് വേണ്ടി ഒരുക്കിയ ശിക്ഷാവിധിയിൽ നിന്ന് കർത്താവ് പിന്മാറി ആ ദേശത്തെ രക്ഷിച്ചു. യോനയുടെ പുസ്തകം ഇതിന് നമുക്ക്
ഏറ്റവും വലിയ ഉദാഹരണം അത്രേ കർത്താവ് മനസ്സലിയുന്നവനെന്ന്, കർത്താവ് ഉപവസിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനെന്ന് യോനയുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് രാവിലെയും പ്രതിഫലം തരുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. ഇതാ നാലാമതായി ഒന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. മത്തായി സുവിശേഷം തന്നെ 10-ാം അധ്യായം 41 42 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഈ ചെറിയവരിൽ ഒരുവനും നിങ്ങൾ ചെയ്തപ്പോഴൊക്കെയും ഹല്ലേലൂയ അതിന് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശിഷ്യനെന്ന് വെച്ച്, പ്രവാചകനെന്ന് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും അതിനൊക്കെ പ്രതിഫലമുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറെങ്കിൽ പ്രതിഫലം തരുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തന. മത്തായി 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നു, ശത്രുവിനെ സ്നേഹിച്ചാലും പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം ചെയ്യുന്നതിനൊക്കെ പ്രതിഫലമുണ്ട്. ശത്രുക്കളെ സ്നേഹിച്ചാൽ പ്രതിഫലം, ഹല്ലേലൂയ സഹോദരനെ ഹല്ലേലൂയ കരുതിയാൽ പ്രതിഫലം, പ്രവാചകനെയും ദൈവദാസന്മാരെ സ്വീകരിച്ചാൽ പ്രതിഫലം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പ്രതിഫലം തരുന്ന ദൈവമത്രേ. പ്രതിഫലം തരുന്ന ദൈവം, ഇന്ന് രാവിലെയും ജീവിക്കുന്ന ദൈവം. പ്രാർത്ഥിച്ചാൽ പ്രതിഫലം, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉപദ്രവം സഹിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലം, അല്ലെങ്കിൽ നിങ്ങൾ ഉപവസിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലം, നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്ക് പ്രതിഫലം. നമ്മുടെ ദൈവം പ്രതിഫലം മുടക്കാത്ത നല്ല കർത്താവത്രേ. അവൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇന്ന് രാവിലെയും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. അവനെ നമുക്ക് ആരാധിക്കാം. അവൻ വിശ്വസ്തനായ ദൈവം, വാക്കുമാറാത്തവനായ ദൈവം. അവൻ നമ്മെ എല്ലായിടത്തിലും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ, ആമീൻ.